സമയം 3:30 ആയിട്ടുണ്ട് കേട്ടോ. മക്കൾ വരാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അത് അമ്മേനെ കാണുന്നില്ല. അമ്മേനെ തപ്പി ഇറങ്ങിയതാണ്. അമ്മയുടെ 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 എന്താ അമ്മ പരിപാടി? ഇതൊരു മുളകാണ്. മക്കൾ വരുമ്പോഴത്തേക്ക് ശരിയാക്കി മുളക് ബജ്ജിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മൾ പിന്നെ പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ കണ്ടതാണ് മുളക് ബജ്ജി. ബജ്ജി മുളക് ബജ്ജി എന്നല്ല, ബജ്ജി മുളക് കണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു 2 ദിവസമായിട്ട് കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. അപ്പം ഇനിയും വെച്ചാൽ ഇത് പിന്നെ കഴിക്കലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മുളക് ബജ്ജി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അമ്മ ഉണ്ടാക്കിയിട്ടില്ല എപ്പോഴെങ്കിലും? ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ എന്താ പറയുക, നമ്മൾ കടയിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടൂല കേട്ടോ. കടയിൽ നമ്മൾ എന്തായാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കില്ല അല്ലേ? എന്താക്കുന്നുണ്ടെങ്കിലും കടയിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ കുറച്ചെല്ലാം കെമിക്കലൊക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അതായിരിക്കും നമുക്ക് ആ ടേസ്റ്റ് പിടിക്കുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പം ആ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും ഏകദേശം നമ്മളെ ആ ഒരു എന്താ പറയുക, മുളക് ബജ്ജീൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ? അതിന് വേണ്ടിയിട്ട് എന്തെല്ലാമെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. എന്നാലും നമ്മളൊരു റെസിപ്പി അവർക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ എല്ലാവർക്കും. അപ്പം നമ്മളെടുത്തിട്ടുള്ളത് ഇതാ കടലപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. കടല മാവ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കടലമാവ് എടുക്കുക. ഇത്ര അളവ് പറയാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആവശ്യത്തിന് കടലമാവ് എടുക്കുക. അതിൻ്റെ കൂടെ നമുക്കൊരു 2 ടീസ്പൂൺ പോലെ നമുക്ക് അരിപ്പൊടി എടുക്കാം കേട്ടോ. നമ്മൾ പത്തലിനൊക്കെ കുഴക്കുന്ന നൈസായിട്ടുള്ള പൊടിയില്ലേ, അത് നമുക്ക് എടുക്കാം. അത് നമ്മളെ ഡബ്ബയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് അരിപ്പൊടിയും കൂടി ഏകദേശം 2 സ്പൂൺ മതിയാവുമേ, അത് മതിയാവും. അപ്പോൾ അരിപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് കായപ്പൊടി, കുറച്ചൊരു പിഞ്ച് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ആവശ്യമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഒരു പിഞ്ച് ഇടലാണെങ്കിൽ നന്നായിട്ട് പൊന്തി കിട്ടും. ആവശ്യമുള്ളവർ മാത്രം ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. പിന്നെ കുറച്ചൊരു പിഞ്ച് കായപ്പൊടി, നമ്മൾ ഇതാ കായപ്പൊടി ഇടുന്നുണ്ട്. ഒരു പിഞ്ച് ഇട്ടാൽ മതി കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. കായപ്പൊടി ഇടുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അതിൻ്റെ കൂടെ പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു നുള്ള് മുളക് പൊടി, അതും കൂടി ഇട്ടാൽ നമ്മളെ കൂട്ട് റെഡിയായി. പിന്നെ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് തിന്നാവാനും പാടില്ല. അതായത് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഒരു ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് ഉണ്ടാക്കേണ്ടത്. ഒരുപാട് മുളക് പൊടി ഇടണ്ട, മക്കൾക്കും കൂടി കഴിക്കേണ്ടതാണ്. അപ്പം മക്കൾ വരാനാകുമ്പോൾ എന്തെങ്കിലും വൈകുന്നേരത്തെ ചായക്ക് എന്തെങ്കിലും കടിയാക്കാറുണ്ട്. പലപ്പോഴും ആക്കാറ് പഴംപൊരി തന്നെയാണ്, അവരുടെ ഫേവറേറ്റ് പഴംപൊരി തന്നെയാണ്. അപ്പോൾ ഇന്ന് പിന്നെ ബജ്ജി ഉള്ളതുകൊണ്ട് വിചാരിച്ചു, എന്നാൽ പിന്നെ എന്താ പറയുക, ബജ്ജി മുളക് ഉള്ളതുകൊണ്ട് വിചാരിച്ചു മുളക് ബജ്ജി ആക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഉപ്പിട്ടോ. അപ്പോൾ അത് ആവശ്യത്തിന് അത് മതിയാവില്ല, ഒരു നുള്ളും കൂടി വേണ്ടി വരും. കുറച്ചുകൂടി ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കാണാം. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇടുക കേട്ടോ. മതിയാവും. ഒരുപാട് എരിവാക്കേണ്ട, മക്കൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് എരിവാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളിതായത് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്ററാക്കി എടുക്കാൻ പോവാണ്. അപ്പം നമ്മളെ ബാറ്ററെല്ലാം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു തവണയും കൂടി പറയാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് കടലമാവ്, അരിപ്പൊടി, പിന്നെ കടലമാവിന് അതിന് കണക്കായിട്ട് അരിപ്പൊടി വേണ്ട കേട്ടോ, 2 സ്പൂണ് അരിപ്പൊടി മതിയാകും. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണ്, പിന്നെ ഒരു നുള്ള് കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ബേക്കിംഗ് സോഡ ആവശ്യമുള്ളവർ കുറച്ചിട്ടാൽ മതി. ഞാനൊരു പിഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചൊന്ന് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു തിക്നെസ്സിൽ, അമ്മ ഒന്ന് കാണിച്ചു കൊടുക്കാം അമ്മ, ഈ ഒരു തിക്നെസ്സിൽ നമ്മളെ ഉഴുന്ന് ദോശയുടെ ആ ഒരു തിക്കല്ലോ അല്ലേ അമ്മ, ഉഴുന്ന് ദോശയൊക്കെ ഉള്ള ആ ഒരു തിക്നെസ്സിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ ആ ബാറ്റർ ഒന്ന് സെറ്റായി കിട്ടും. പിന്നെ നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ബജ്ജി മുളക് അതായത് ഇതുപോലെ മുങ്ങനെ വേണ്ടവർ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കീറി കൊടുത്തിട്ട്, ഇതിൻ്റെ നടുവിലിട്ടൊന്ന് കീറി കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തെ സീഡ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. അല്ലാതെ ഞാനിപ്പോൾ ചെയ്യുന്നത് 2ആയിട്ട്, ഒരു ബജ്ജി മുളകിനെ 2ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സീഡ് കളഞ്ഞിട്ടാണ് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഉള്ളിലെ സീഡ് കളയാണ്ട് എടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്പൈസി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആക്കാം. പക്ഷേ നമ്മളെ മക്കൾ കഴിക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലത്തെ സീഡ് കളഞ്ഞുകൊണ്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്.
അപ്പോൾ നമ്മളെ ഇതിലെ സീഡ് മുഴുവനായിട്ട് എടുത്തിട്ടാകുമ്പം കാണാം. അപ്പം നമ്മൾ റെഡിയാക്കി എടുത്തു അല്ലേ? അമ്മ പറഞ്ഞു സീഡ് ഉള്ളത് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ, നമുക്ക് കുറച്ച് സ്പൈസി ആയാലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ 2-3 നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടിയിട്ട് ഇതാ സീഡൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം അല്ലേ മേ? ഓക്കെ, എന്നാലും നമ്മളൊരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിതാ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ബജ്ജി മുക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് പൊരിക്കാം. ഇതുപോലെ നല്ല ഡീപ്പായിട്ട് മുക്കുക കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ അതായത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കോരി മാറ്റാം. ഓഹ്, എൻ്റെ കയ്യിലേക്ക് എണ്ണ തെറിക്കാൻ വേണ്ടി പോയിനി, പക്ഷേ ഭാഗ്യത്തിന് തെറിച്ചിട്ടില്ല. ഇത് ഏകദേശം ഇതുപോലെ ഇരിക്കും കേട്ടോ. അതാ നല്ല അടിപൊളിയായിട്ട് നല്ല ചൂടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ കുട്ടൂസന്മാർ വന്നിട്ടുണ്ട്. നമുക്ക് അവരെ പോയിട്ട് പിക്ക് ചെയ്യാം കേട്ടോ. അപ്പം നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കുക, എന്നിട്ട് പോവാം. രണ്ടാളും വന്നു കേട്ടോ സ്കൂൾ വിട്ടിട്ട്. ഓ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അടിപൊളിയാ? 2 മുട്ടായി. ആരുടെ ബർത്ത്ഡേ? എല്ലാം ഇന്ന് എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയും മുട്ടായി കിട്ടീനാ? അടിപൊളി. ഇതെന്തിനാ ഇത്രയും പാട് മുട്ടായി കിട്ടിയേ? ആരുടെ ബർത്ത്ഡേ ആയിരുന്നു? ആ, ഒരു കുട്ടീൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ മുട്ടായി എന്നത് ഇത്രയും മുട്ടായി? എന്റെടാ, നിന്റെ അമ്മ കൊണ്ടുവന്നില്ല? ഓക്കെ ഓക്കെ, നമുക്ക് റെഡി ആയിട്ടാകുമ്പോൾ ഇന്നൊരു സൂത്രാക്കുന്നുണ്ടല്ലോ നമ്മള്. പഴംപൊരി അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇവരെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പഴംപൊരിയാന്ന്. പക്ഷെ ഇന്ന് നമ്മൾ വേറൊരു സൂത്രാക്കുന്നു. അല്ല, അത് നമുക്ക് കണ്ടറിയാം അല്ലേ? ഒന്നുമല്ല. എല്ലാം ഇന്ന് സ്കൂളിൽ പോയിട്ട് എന്തുണ്ട് പിന്നെ എക്സാം എല്ലാം വൃത്തിക്ക് എഴുതിനാ? ഈസി ആയിരുന്നോ? പഠിച്ചെല്ലാം വന്നിനാ? എന്തെയാ? എന്നാ പിന്നെ നമുക്ക് ഫ്രഷ് ആവാം. ഓ, ബിഗ്ഗസ്റ്റും സ്മോളസ്റ്റും വന്നിനാ? ബുദ്ധിയിൽ ആലോചിച്ചിട്ട് എഴുതിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് കാണാം അല്ലേ? എന്നാ ടാറ്റ പറ. അപ്പം മക്കളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മളെ മുളക് ബജ്ജി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലിൽ പെട്ടെന്ന് ഒരുപാട് എണ്ണ കുടിക്കും. അങ്ങനെ ഇല്ലെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് എപ്പോഴും ലോ ടു ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളെ കിടിലൻ ബജ്ജി റെഡി ആയിട്ടുണ്ട്. അടുത്തതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളെ ബജ്ജീസൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് അടിപൊളി ചട്നിയും കൂടി കാണാം. ചട്നിക്കായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടുള്ള ചട്നിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെല്ലാം സാധനങ്ങളെന്ന് കാണാം. അപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 3/4 കഷ്ണം ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ഒരു സവാള ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ഒരു ചെറിയ കഷ്ണം ബാക്കി വെച്ചിട്ടുണ്ട് സവാള. അതുപോലെ തന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വരെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഒരു പിഞ്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സ്പൂൺ 2 സ്പൂൺ വരെ വിനാഗറും കൂടി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് മുളക് പൊടി. മക്കളിത് കഴിക്കില്ല, ആയതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ഇട്ടത്. ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. നമ്മളെ ചട്നി ചടപടയെന്ന് പറഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാം അല്ലേ മാം? അപ്പം നമ്മളെ ബജ്ജി റെഡി ആയിട്ടുണ്ട്. ചട്നി നമ്മൾ അരക്കാൻ പോവാണ്. അതും കൂടെ നമ്മളെ മുളക് ബജ്ജിയും ചട്നിയും കൂടിയിട്ട് കഴിക്കാം. അപ്പം നമ്മളെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളമ്മ ടേസ്റ്റ് നോക്കിയിട്ട് പറയും.
അടിപൊളിയാ? സൂപ്പർ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അതന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ടേസ്റ്റ് തന്നെ ഇതുണ്ട് കേട്ടോ. പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടെന്ന് അമ്മ പറഞ്ഞത്. ഞാൻ ചട്നി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം നമ്മളെ മക്കൾക്കും കൂടി കൊടുക്കാം. മക്കളിത് കഴിക്കൂല എന്തായാലും. അപ്പം നമ്മളെ മുത്തുമണീസിനും കൂടി കൊടുത്തിട്ട് വരാം. ടൻ ടടൻ. എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. കഴിക്കടാ, കഴിച്ചിട്ട് വരേ. ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാ? അപ്പം നമ്മളിത് ചട്നിയും കൂടിയിട്ട് കഴിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ടാറ്റ ബൈ ബൈ പറയറാ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. നോക്കണം.